Hi, welcome to Lash Class. BA English 4th സെമിസ്റ്റർ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഇംപേഴ്സണാലിറ്റി തിയറി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് പോയിറ്റും ക്രിട്ടിക്കുമായിരുന്ന TS എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന എസ്സേനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. 3 പാർട്ടിലായിട്ട് വരുന്ന ഈ എസ്സേയുടെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിവിടെ ആ എസ്സേയുടെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. T.S. Eliot argues that criticism should focus on the poetry itself rather than on the personality of the poet. അപ്പോൾ എലിയറ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോയം നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ പോയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ച് ആ പോയറ്റിൻ്റെ പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ പോയറ്റിൻ്റെ പേഴ്സണൽ ഫീലിങ്സിലോ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് തന്നെ പോയട്രിയിൽ പല പോയംസും പഠിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ പോയറ്റിന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഓസ്കാർ വൈൽഡിന്റെ റിക്യുസ്കാറ്റ് എന്ന് പറയുന്ന ഒരു പോയം നമ്മൾ പഠിക്കുന്ന സമയത്ത് പോയറ്റിന്റെ സിസ്റ്റർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാണ്, ആ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ് ആ പോയം എഴുതിയത് എന്ന രീതിയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ദാന്തെ അലിഗേരിയുടെ ലാ വിത്ത നുവോവ എന്ന് പറയുന്ന സോണറ്റിനകത്ത് ഇതുപോലെ ദാന്തയുടെ കാമുകി മരണപ്പെട്ടു പോയതിനെ കുറിച്ചും ആ കാമുകിക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പോയം അനലൈസ് ചെയ്യുന്ന സമയത്ത് പോയറ്റിന്റെ പേഴ്സണൽ ഫീലിങ്സുമായിട്ട് നമ്മളത് കണക്ട് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ പോയറ്റിന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മളതിൽ കണക്ട് ചെയ്യേണ്ടതില്ല, മറിച്ച് ആ പോയം മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി എന്നുള്ളൊരു ആർഗ്യുമെന്റ് ആണ് എലിയറ്റ് ആദ്യം പറയുന്നത്. He then introduces the idea that the mature poet's mind differs from that of the immature poet. അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഒരു മെച്യൂർ പോയിന്റിന്റെയും ഇമ്മെച്യൂർ പോയിന്റിന്റെയും മൈൻഡ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഒരാൾക്ക് നല്ല പോയംസ് എഴുതാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല പോയംസ് എഴുതാൻ കഴിയാത്തതും അവരുടെ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, മറിച്ച് അവർക്ക് പോയം എഴുതുന്നതിലുള്ള അവരുടെ ഒരു ടാലന്റുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. The mature poet is not necessarily more emotional or more interesting as a person. Rather, the poet's mind becomes a refined medium that allows many different feelings and impressions to combine and create new artistic effects. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരു മെച്യൂർ പോയിന്റ് അല്ലെങ്കിൽ നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് അനുഭവിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രണയ കവിത എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്കാണ് ഈ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രണയം അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഒരു ദുഃഖ കവിതയാണ് എഴുതുന്നുണ്ടെങ്കിൽ അവർക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പോയിറ്റ്സ് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല പ്രണയ കവിത എഴുതുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രണയം അനുഭവിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖ കവിത എഴുതുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന വികാരങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഒരു മെച്യൂർ പോയിന്റിനെയും ഇമ്മെച്യൂർ പോയിന്റിനെയും നമ്മൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് അവർ എത്രമാത്രം ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഇത്തരം ഫീലിങ്സിനെയും അതുപോലെ തന്നെ ഇമോഷൻസിനെയും എല്ലാം ഒരു ആർട്ടിസ്റ്റിക് എഫക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ്. അതായത് പോയം എഴുതുക എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ ആ ആർട്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് നല്ല പോയം എഴുതുന്നത്. അതല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആളുകൾ ഇങ്ങനെ ദുഃഖ കവിത എഴുതുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ പ്രണയിക്കുന്ന ആളുകൾ ഇങ്ങനെ നല്ല പ്രണയ കവിത എഴുതുമോ എന്നൊന്നും നമുക്ക് അർത്ഥമാക്കാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിൽ നമുക്കൊരു പോയം എന്ന് പറയുന്നത് ഒരു പോയറ്റിന്റെ പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പോയം എന്ന് പറയുന്നത് ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നല്ല പോയംസ് എഴുതുക എന്നുള്ളതാണ് ബേസിക് പോയിന്റ് ആയിട്ട് എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. To explain this idea, Eliot uses the analogy of a chemical catalyst. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റ് പോയം എഴുതുന്ന സമയത്ത് ആളുടെ പേഴ്സണൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആണ് നടത്തുന്നത് വന്നിട്ടുള്ള ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കെമിക്കൽ കാറ്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അദ്ദേഹം പറയുന്നത്. Just as a catalyst facilitates a chemical reaction without itself being changed, the poet's mind enables emotions and experiences to combine into poetry while remaining personally unaffected. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഒരു കാറ്റലിസ്റ്റ് എങ്ങനെയാണോ ആ ഒരു കെമിക്കൽ റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ ആ കെമിക്കൽ റിയാക്ഷന്റെ പ്രൊഡക്റ്റിന്റെ ഭാഗമല്ലാതിരിക്കുന്നത്,
അതുപോലെയാണ് ഒരു പോയറ്റിന്റെ മൈൻഡ് പ്രവർത്തിക്കാൻ അദ്ദേഹം പറയുന്നു. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ സൾഫറസ് ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതിനകത്ത് പ്ലാറ്റിനം എന്ന് പറഞ്ഞൊരു എലിമെന്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ കെമിക്കൽ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഈ സൾഫറസ് ആസിഡിനകത്ത് നമുക്ക് പ്ലാറ്റിനം കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അറിയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് തീ കത്തുന്നത് എന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു കത്തുന്ന വാതകമല്ല. പക്ഷെ എന്ത് കത്തണമെന്നുണ്ടെങ്കിലും ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമാണ് തീ കത്തുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കാറ്റലിസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇതുപോലെയാണ് ഒരു പോയറ്റും എന്നാണ് എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം റീഡേഴ്സിലാണ് ഉണ്ടാവുന്നത്. സോ ഈ റീഡേഴ്സിലേക്ക് ഈ ഫീലിങ്സും ഇമോഷൻസും എല്ലാം കൊടുക്കുന്ന ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് പോയറ്റിന്റെ മൈൻഡ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ പോയറ്റിന്റെ ഇമോഷൻസും അതുപോലെ ഫീലിങ്സും എല്ലാം റീഡേഴ്സിന് പകർന്നു കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ചൊരു ആർട്ടിസ്റ്റിക് പ്രസന്റേഷൻ ആണ് അവിടെ പോയിട്ട് നടത്തുന്നത്. അതിൽ ഈ റീഡേഴ്സിന് അവരുടേതായിട്ടുള്ള ഫീലിങ്സും അതുപോലെ തന്നെ ഈ ഇമോഷൻസും ഒക്കെ ആണ് ഉണ്ടാവുന്നത്. അത് പോയറ്റിന്റെ ഫീലിങ്സും ഇമോഷൻസും അല്ല എന്ന രീതിയിലാണ് എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. എലിയറ്റ് ഫർദർ എക്സ്പ്ലെയിൻസ് ദാറ്റ് പോയട്രി ഈസ് ക്രിയേറ്റഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അടുത്തതായിട്ട് എലിയറ്റ് പറയുന്നത് പോയട്രി ക്രിയേറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഇമോഷൻസും ഫീലിങ്സും ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഒരു പോയത്തിനകത്ത് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പലതരത്തിലുള്ള ഇമോഷൻസും ഫീലിങ്സും എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് പോയട്രി ഉണ്ടാവുന്നത് അദ്ദേഹം പറയുന്നു. ഹി പ്രപ്പോസസ് ദാറ്റ് ദെർ ആർ സ്ട്രക്ചറൽ ഇമോഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് ഫീലിങ്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ഇമോഷൻ. അങ്ങനെ ഈ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും അദ്ദേഹം രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെ സ്ട്രക്ചറൽ ഇമോഷൻ എന്നും ഫ്ലോട്ടിംഗ് ഫീലിങ്സും എന്നാണ് വിളിക്കുന്നത്. സ്ട്രക്ചറൽ ഇമോഷൻ റിഫേഴ്സ് ടു ദി ഇമോഷൻ ദാറ്റ് നാച്ചുറലി അറൈസസ് ഇൻ എ നരേറ്റീവ് സിറ്റുവേഷൻ. സ്ട്രക്ചറൽ ഇമോഷൻ എന്ന് പറയുന്നത് ഒരു നരേറ്റീവിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ മരണപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ചിട്ടാണ് ഒരു പോയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഒരു സാഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ലവേഴ്സ്, കാമുകനും കാമുകിയും പിരിഞ്ഞു പോകുന്ന ഒരു രംഗമാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെയും ഇത്തരത്തിലുള്ള ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അതല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം ഈ പറയുന്ന പോലെ കാമുകനും കാമുകിയും ഒന്നാവുന്ന ഒരു രംഗത്തെ കുറിച്ചിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു നരേറ്റീവിൽ അല്ലെങ്കിൽ സ്റ്റോറിയിൽ ആ ഒരു സിറ്റുവേഷനിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗിനെയാണ് സ്ട്രക്ചറൽ ഇമോഷൻ എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഫീലിംഗ് റെഫേഴ്സ് ടു ദി എക്സ്പ്രഷൻ ഓഫ് അഡീഷണൽ ഫീലിംഗ്സ് ദാറ്റ് ദ പോയറ്റ് ആഡ്സ് വിത്ത് ദ സ്ട്രക്ചറൽ ഇമോഷൻ. ഇനി ഫ്ലോട്ടിംഗ് ഫീലിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറൽ ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു ഫീലിംഗിന്റെ കൂടെ പോയിട്ട് ആഡ് ചെയ്യുന്ന ഫീലിങ്സിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഫീലിങ്സ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒബ്സർവേഷൻസ് ആയിരിക്കാം, മറ്റു ഫീലിങ്സ് ആയിരിക്കാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇതുപോലെ ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ പരസ്പരം ഇങ്ങനെ വേർപെട്ടിരിക്കുകയാണ്. ഒരാള് വിളിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കത്തയക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ആള് ഒരു റിയാക്ഷൻ നടത്തുന്നില്ല. അപ്പൊ ഈ സമയത്ത് ആൾക്ക് നിരാശ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ഇതൊക്കെ ആ ഒരു സിറ്റുവേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് അയാളെ കുറിച്ച് സംശയം ഉണ്ടാവാം. അയാൾ വേറെ എവിടേക്കെങ്കിലും പോയി അല്ലെങ്കിൽ വേറെ ആളുടെ കൂടെ പോയി, അതാണ് ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞ സംശയം ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ് അവിടെ ഉണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള റിമാർക്കൊക്കെ വേണമെങ്കിൽ പോയിട്ടിന് അവിടെ നടത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇങ്ങനെ കോട്ട് ചെയ്യാനൊക്കെ പറയുന്ന പോലെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടിന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ സിറ്റുവേഷന്റെ ഫീലിങ്സിന്റെ കൂടെ പോയിന്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഫീലിങ്സിനെയാണ് ഇവിടെ ഫ്ലോട്ടിംഗ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഹി എക്സ്പ്ലെയിൻസ് ഹിസ് കൺസെപ്റ്റ് വിത്ത് വേരിയസ് എക്സാമ്പിൾസ് ഫ്രം ക്ലാസിക്കൽ പോയിട്രി. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയത്തിനകത്ത് പല ഫീലിങ്സും ഇമോഷൻസും ഉണ്ടായിരിക്കും. അത് പലപ്പോഴും ആ പോയത്തിലുള്ള സിറ്റുവേഷനിലുള്ള ഫീലിങ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫീലിങ്സ് പോയിട്ട് ആഡ് ചെയ്യുന്നത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ക്ലാസിക്കൽ പോയിട്രിയിലെ പല എക്സാമ്പിൾസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒതല്ലോയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അതുപോലെ യുലീസസ്, അഗമെമ്നോൻ തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ പോയിട്രിയിലെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതെല്ലാം തന്നെയും ആ ഒരു സിറ്റുവേഷന്റെ അപ്പുറത്തേക്കുള്ള ഫീലിങ്സ് പോയിട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ സാധിക്കും. കീറ്റ്സിന്റെ
ഓൾ ടു നൈറ്റിംഗേൾ എന്ന് പറയുന്ന ഒരു പോയത്തിനകത്ത് നൈറ്റിംഗേൾ എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്ന പക്ഷി എത്ര മനോഹരമായിട്ടാണ് പാട്ട് പാടുന്നത് എന്നുള്ളൊരു ഫീലിങ്സിൽ നിന്നാണ് ആ പോയം തുടങ്ങുന്നത്. പിന്നീട് അത് ബ്യൂട്ടിയെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും എല്ലാം പറയുന്ന ഒരു പോയമായിട്ട് കീറ്റ്സ് മാറ്റുന്നുണ്ട്. കീറ്റ്സിന്റെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയത്തിൽ നമ്മളത് കണ്ടതാണ്. ഓൾഡ് ഓൺ എ ഗ്രീഷ് നേൾ എന്ന് പറയുന്ന പോയത്തിനകത്ത് കൊത്തുപണികളൊക്കെയുള്ള ചിത്രപ്പണികളൊക്കെയുള്ള ഒരു പാത്രം നോക്കിക്കൊണ്ട് ഇത് എന്ത് മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കീറ്റ്സ് ആ പോയം തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്നൊക്കെ തരത്തിലേക്ക് ഫിലോസഫിയൊക്കെ പറയുന്ന തരത്തിലേക്ക് ലൈഫിനെ കുറിച്ചും ലൈഫിന്റെ മീനിങ്ങിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന പല ഫീലിങ്സ് ആ പോയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ കീറ്റ്സിന് സാധിക്കും നമ്മൾ കണ്ടു. അതായത് ഒരു ചിത്രപ്പണികളൊക്കെ ഒരു പാത്രം നോക്കിയിട്ട് ഇത് എത്ര മനോഹരമാണെന്ന് പറയുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആ സിറ്റുവേഷനിലുള്ളൂ. എന്നാൽ അതിന്റെ കൂടേക്ക് വേറെ ഫീലിങ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പോയിന് സാധിച്ചു. ഇതേപോലെയാണ് നൈറ്റിംഗേൾ വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഉലീസസിന്റെയും ഒഥല്ലോയുടെയും അഗമെമ്നോന്റെയും എല്ലാം എക്സാമ്പിൾസിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സും വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസുമാണ്. പക്ഷെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. അതായത് ആ നരേറ്റീവിലുള്ള സ്റ്റോറിയിലുള്ള ആ ഒരു സിറ്റുവേഷന്റെ അപ്പുറത്തേക്ക് ഇതുപോലെ ഫിലോസഫിക്കലായിട്ടും ജനറൽ ആയിട്ടുമുള്ള ഫീലിങ്സ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി പോയറ്റ്സിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. The examples illustrate how poetry elevates its expression beyond the narrative situation and how even contradicting emotions can coexist to create artistic emotion. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നരേറ്റീവ് സിറ്റുവേഷന്റെ അപ്പുറത്തേക്ക് കൂടുതൽ ഇമോഷൻസും ഫീലിങ്സും തോട്ട്സും എല്ലാം കൊണ്ടുവരാൻ വേണ്ടി പോയറ്റിന് സാധിക്കും. പലപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് പോലും കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലവ് ഹേറ്റ്, ഒരേ സമയത്ത് സ്നേഹമുണ്ട് എന്നാൽ ദേഷ്യമുണ്ട് എന്ന തരത്തിലുള്ള അത്തരം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഈ ഇമോഷൻസും ഇതുപോലെ പോയിന്റ്സിന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നു. സോ ബേസിക്കലി ഇവിടെ എലിയറ്റിന്റെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയത്തിനകത്ത് പല ഇമോഷൻസും ഫീലിങ്സും ഉണ്ടാവും. ബേസിക്കലി ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ആ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ട് നരേറ്റീവ് സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ പോയറ്റ്സ് ആ ഒരു സിറ്റുവേഷന്റെ അപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം പോയത്തിനകത്തേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ എന്ന രീതിയിൽ പോയട്രി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് എലിയറ്റ് പറയുന്നത്. എലിയറ്റ് ആർഗ്യൂസ് ദാറ്റ് the greatness of poetry does not depend on the intensity of the original emotions. അടുത്തതായിട്ട് എലിയറ്റ് പറയുന്നത് ഒരു പോയട്രിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് പോയറ്റ് എത്രമാത്രം ഇന്റൻസിറ്റിയിലെ ഇമോഷൻസ് അനുഭവിച്ചു എന്നതിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റിന്റെ തുടർച്ച തന്നെയാണ്. അതായത് ഒരുപാട് തീവ്രമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരാൾ വളരെ മനോഹരമായിട്ട് ദുഃഖ കവിത എഴുതുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള പ്രണയം അനുഭവിച്ചിട്ടുള്ള ഒരാൾ വളരെ മനോഹരമായിട്ട് പ്രണയ കവിത എഴുതുമെന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം കവിത എഴുതുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സാണ്. സോ ആ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ അറിയുന്ന ആളുകൾക്കാണ് അത് എഴുതാൻ വേണ്ടി സാധിക്കുക. അതല്ലാതെ നല്ല രീതിയിൽ എഴുതുന്ന ആളുകളെല്ലാം ഇതുപോലെ ഇന്റൻസ്ഡ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഈ ഇമോഷൻസ് അനുഭവിച്ചവർ മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോയട്രിക്കകത്ത് ഈ ഇമോഷൻസും ഫീലിങ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ ഇമോഷൻസും ഫീലിങ്സും കൂടുതലായിട്ട് അനുഭവിക്കുന്നവർ നല്ല രീതിയിൽ എഴുതും എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആർട്ടിസ്റ്റിക് പ്രോസസ് ത്രൂ വിച്ച് ദീസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആർ ഫ്യൂസ് ടുഗദർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ്. സോ അത്തരത്തിൽ ഈ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആയിട്ട് നന്നായിട്ട് എഴുതാൻ കഴിയുന്നവർക്കായിരിക്കും നല്ല രീതിയിൽ പോയംസ് എഴുതാൻ വേണ്ടി സാധിക്കുക. അതല്ലാതെ നല്ല രീതിയിലുള്ള പ്രണയ കവിത എഴുതിയവരെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രണയം അനുഭവിച്ചവരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള ദുഃഖം പങ്കുവയ്ക്കുന്ന കവിതകളൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ആളുകൾ എഴുതിയതാണ് എന്ന തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. സ്വാഭാവികമായിട്ട് ആ ഫീലിങ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. എന്നാൽ ആ ഒരു ഫീലിങ്സിന്റെ ഇന്റൻസിറ്റി കൊണ്ടല്ല പോയം മനോഹരമാവുന്നത്, അതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എലിയറ്റ് ഓൾസോ ചലഞ്ചസ് എ കോമൺ ബിലീഫ് ദാറ്റ് പോയട്രി ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദ പോയറ്റ്സ് പേഴ്സണൽ പേഴ്സണാലിറ്റി. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു പോയറ്റ് അവിടെ പോയറ്റിന് എത്രമാത്രം തീവ്രമായിട്ടാണ് ആ ഒരു ഇമോഷൻ ഉണ്ടായത് എന്നുള്ള കാര്യമല്ല എക്സ്പ്രസ് ചെയ്യുന്നത്, മറിച്ച് ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ്. അത്തരത്തിൽ നമുക്ക് ഒരു പോയറ്റിൽ നിന്ന് ആ ഒരു പോയറ്റിന്റെ പേഴ്സണാലിറ്റി നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതല്ലെങ്കിൽ ഒരു പോയറ്റിന്റെ പേഴ്സണാലിറ്റി അല്ല നമ്മൾ ഒരു പോയറ്റിൽ കാണുന്നത്, മറിച്ച് ഒരു പോയറ്റിന്റെ ഒരു ആർട്ട് വർക്കാണ് നമ്മൾ പോയറ്റിൽ കാണുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫീലിങ്സോ പേഴ്സണാലിറ്റിയോ അല്ല എന്ന് എലിയറ്റ് പറയുന്നു. ഫൈനലി എലിയറ്റ് ആർഗ്യൂസ് ദാറ്റ് poetry does not depend on the poet's personal or unusual emotions.
നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പോയിറ്റ്സിന് മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയോട് കൂടി ഫീലിങ്സ് ഉണ്ടാവണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അൺയൂഷ്വൽ ഇമോഷൻസ് ഉണ്ടാവണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതായത് മറ്റ് സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന അതേ ഇമോഷൻസ് ഒക്കെ തന്നെയാണ് പോയിറ്റ്സിൽ ഉണ്ടാവുന്നത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഇമോഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടൊന്നുമല്ല അവർ പോയിറ്റ്സ് ആവുന്നതെന്ന് എലിയറ്റ് പറയുന്നു. The poet's task is not to invent new emotions, but to transform common human emotions into poetry through artistic concentration. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ആളുകളിൽ നിന്ന് കൂടുതൽ തീവ്രമായിട്ടുള്ള ഇമോഷൻസ് പോയിറ്റ്സിന് ഉണ്ടാവുകയല്ല എന്ന് പറയുന്ന പോലെ തന്നെ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സ് ഒന്നുമല്ല പോയിറ്റ്സിന് ഉണ്ടാവുന്നത്. അവർക്കും സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന കോമൺ ഫീലിങ്സ് തന്നെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ന്യൂ ഫീലിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പോയിറ്റിന്റെ ജോലി, മറിച്ച് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഫീലിങ്സിനെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് പോയിറ്റ്സിന്റെ ജോലി എന്ന് എലിയറ്റ് പറയുന്നു. He also rejects the famous idea that poetry is emotion recollected in tranquility associated with വില്യം വേർഡ്സ്വർത്ത്. ഇത് കൂടാതെ റൊമാൻറ്റിസിസത്തിലെ പ്രത്യേകിച്ചും വില്യം വേർഡ്സ്വർത്തിന്റെ പോയട്രിയെ കുറിച്ചുള്ള ഡെഫിനിഷനാണ് ഉണ്ടായിരുന്നത്. ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി, അതായത് പോയറ്റിന് ഉണ്ടാവുന്ന ഇമോഷൻസ് എല്ലാം കൂടി ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ടാണ് പോയംസ് എഴുതുക എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ ആർഗ്യുമെന്റിനെ എലിയറ്റ് എതിർക്കുന്നു. Eliot believes that poetry is not simply a memory of past emotions but a new creation. അങ്ങനെ ഒരു പോയറ്റ് ഓർമ്മയിൽ നിന്ന് ഇമോഷൻസ് എടുത്ത് എഴുതുന്ന പോലെയല്ല, മറിച്ച് അതൊരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ അതൊരു ന്യൂ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആണ് എന്ന് എലിയറ്റ് പറയുന്നു. He concludes with his famous statement that poetry is not the expression of personality but an escape from personality. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോട്ടോട് കൂടിയിട്ടാണ് എലിയറ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല, മറിച്ച് പേഴ്സണാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആണ് അദ്ദേഹം പറയുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് ഒരു പോയറ്റിന്റെ സ്വന്തം ഫീലിങ്സോ ഇമോഷൻസോ പേഴ്സണാലിറ്റിയോ അല്ല ഒരു പോയറ്റിനകത്ത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആണ് പോയട്രിയിലോട്ട് നടക്കുന്നത് അദ്ദേഹം പറയുന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അത് നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷനിൽ നിന്നൊരു റിലീസ് ലഭിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി വിഷമം മാറും എന്ന് പറയുന്ന പോലെ, അതല്ലെങ്കിൽ നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം ലഭിക്കുന്ന പോലെ, നമുക്കൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജേണൽ എഴുതുമ്പോൾ ഡയറി എഴുതുമ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കും നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഈ പോയിന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പോയിന്റിലുള്ള ഈ ഒരു ഇമോഷൻസ് എസ്കേപ്പ് ചെയ്യുകയാണ്. ഇതിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇതൊരു ആർട്ടിസ്റ്റിക് വർക്കായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഇമോഷൻസ് പോയിട്ട് തന്റെ ഇമോഷൻസ് ഷെയർ ചെയ്തു എന്ന രീതിയിൽ അല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ പോയിന്റിന് എന്ത് ചെയ്താൽ മതി, പോയിന്റിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടായി, വിഷമം ഉണ്ടായി, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്, അവൾ എന്നെ വിളിച്ചില്ല അല്ലെങ്കിൽ അവൻ എന്നെ വിളിച്ചില്ല, അങ്ങനെയൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റിന് ഈ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനൊരു പോയമായിട്ട് എഴുതുന്ന സമയത്ത് അവിടെ ആ ഒരു ഷെയറിങ് അല്ല നടക്കുന്നത്, മറിച്ച് മനസ്സിൽ നിന്ന് ആ ഒരു ഇമോഷൻ എസ്കേപ്പ് ചെയ്യുന്ന പോലെയാണ് വരുന്നത് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോംപ്ലിക്കേറ്റഡ് ഒരു കൺസെപ്റ്റ് ആണ്. അതായത് പോയിന്റിന് തന്റെ ഇമോഷൻ വേറൊരാളോട് ഷെയർ ചെയ്യാനാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, അത് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു പോയമായിട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആയിട്ട് അത് എഴുതുന്ന സമയത്ത് അവിടെ ആ ഒരു ഇമോഷൻ ഷെയർ ചെയ്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു ഇമോഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് കൂടിയാണ് അവിടെ പോയിന്റിന് ഉണ്ടാവുന്നതെന്ന് എലിയറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബേസിക് ആയിട്ട് വരുന്നത് ഈ ഇംപേഴ്സണാലിറ്റി തിയറി എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഒരു പോയറ്റിനകത്ത് പോയറ്റിന്റെ പേഴ്സണൽ ഫീലിങ്സോ ഇമോഷൻസോ അല്ല ഷെയർ ചെയ്യുന്നത്, പോയറ്റ് ഒരു കാറ്റലിസ്റ്റ് പോലെയാണ്. അതായത് പോയറ്റ് അവിടെ ഒരു ആർട്ട് വർക്കായിട്ട് ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇമോഷൻസ് ഈ റീഡേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് അവരുടെ ഇമോഷൻസ് ആണ്, പോയറ്റിന്റെ ഇമോഷൻസ് അല്ല. ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് പോയറ്റ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ബേസിക് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ ഈ ഇംപേഴ്സണാലിറ്റി തിയറിയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് നമുക്ക് PDF ആയിട്ട് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ നമുക്ക് ആ PDF ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലഭിക്കും. മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ്.